കളർ മതിയാകും. പിന്നെ നമ്മൾ വേറെ മഞ്ഞൾപ്പൊടിയൊന്നും ഈ ഒരു ബിരിയാണിയിലേക്ക് ഇനി ചേർക്കുന്നുമില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. കുരുമുളകിന്റെ ടേസ്റ്റ് കൂടുതലൊന്നും വേണ്ട, 1 കിലോയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ മതിയാകും. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്. ഈ ചിക്കനിലേക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തൈരൊക്കെ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ ചിക്കൻ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ സമയമൊക്കെ കിട്ടിക്കോളും. എല്ലാം മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വരുന്ന സമയം വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചു കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്കുള്ള സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഒന്നിന്റെ ടേസ്റ്റ്, അതായത് ഈ നമ്മൾ ഗരം മസാല എടുക്കുന്ന സമയത്ത് ഒന്നിന്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കരുത്. ഒന്നും കൂടുതലും കുറവല്ലാത്ത രീതിയിൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മല്ലിയില പുതിനയിലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല നാടൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ബിരിയാണി മസാലയ്ക്കായിട്ട് ഒരു 14 ഐറ്റമാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിക്ക. ജാതിക്ക എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്ത് നമ്മുടെ മല്ലി, പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്, മല്ലിയും കൂടി പോകരുത്. 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ബേ ലീഫ്, ഒരു 1/2 ടീസ്പൂൺ ഷാജീര, നമ്മുടെ ബിരിയാണിക്ക് കേക്കിനൊക്കെ എടുക്കുന്ന ഷാജീര, സാജീര എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഒരിക്കലും കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2 പീസ് പട്ട. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വൈറ്റ് കസ്കസ് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു ചെറിയ പീസ് ജാതിപത്രി, ഒരു പീസ് ജാതിപത്രി മതി, കൂടുതലൊന്നും വേണ്ട. ഒരു ചെറിയ പീസ് തക്കോലം. ഇനി പറയുന്നതിന്റെ ഒന്നും അളവ് കൂടി പോകരുത് കേട്ടോ. അതുപോലെ ഒരു 2 ചുവന്ന മുളക്, അതായത് വറ്റൽമുളക്. ഇതാണ് നമ്മുടെ ബിരിയാണി മസാലക്കുള്ള ഐറ്റംസ്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കസ്കസ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ചങ്ങ് ചൂടാക്കി എടുക്കാം. കസ്കസ് എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകരുത്. കസ്കസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വറവായി കിട്ടും. നന്നായിട്ടങ്ങ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റി വെക്കണം. പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതിയാകും. വറുത്തെടുത്ത ശേഷം പിന്നെ ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ, കാരണം ഇതിന് ചൂടുള്ളത് കൊണ്ട് തന്നെ വറവ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായി ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു 2 സവാള നല്ല തിന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് അരച്ചെടുത്താലും മതിയാവും. അപ്പൊ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഈ ഒരു 2 സവാള കൂടെ നമുക്ക് മസാലയിൽ ചേർത്താലും മതിയാകും. പക്ഷെ ഇങ്ങനെ ചെയ്യാനും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ടുള്ള ഓയിൽ ചൂടാക്കുക. ഒരു 1-2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളറിലായി വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും. ഒരുപാട് കരിഞ്ഞു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ആ ചൂടിൽ കടന്ന് നല്ലൊരു കളറായിട്ട് ക്രിസ്പിയായി വന്നോളും. അപ്പൊ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പി നഷ്ടപ്പെടാതെ കിട്ടും. ഒരു ടിഷ്യൂവിലേക്കൊക്കെ മാറ്റുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ കിസ്മിസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം. നമ്മുടെ കാഷ്യൂ കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. അതിനായിട്ടുള്ള പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നെയ്യ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്ന് കുറച്ചെടുത്താലും മതിയാകും. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 5-6 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത്. പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഒരുപാട് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ തന്നെ മതിയാവും കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടല്ലോ നമുക്ക് ബിരിയാണിക്ക്. അപ്പൊ ഇത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഇഞ്ചി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഇതാണ് നമ്മുടെ 1/4 കപ്പ്. അപ്പൊ ഇതിലാണ് എടുത്തിട്ടുള്ളത്. ചതയ്ക്കുന്നതിന് മുൻപുള്ള അളവാണ്. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കൂടുതൽ വേണ്ട, നമ്മൾ 1 കിലോ ചിക്കൻ അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒരിക്കലും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഭയങ്കര ടേസ്റ്റ് ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചതച്ചെടുത്താൽ മതി.
നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ അമ്മയെ അങ്ങനെ ചതയ്ക്കാൻ പറ്റുന്ന സൗകര്യം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ മിക്സിയിലാണ് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. അത് അത്യാവശ്യം വലിയ 2 സവാളയാണ്. ഇത് നിങ്ങൾ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇതിന്റെ കൂടെ തന്നെ ഉള്ളി വഴന്നു വരാനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ബിരിയാണിയിലേക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതിയാകും. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരട്ടെ. ഒരുപാട് വഴന്നുടയേണ്ട ആവശ്യം, ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് വഴന്ന് വന്നാൽ മതിയാകും. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള 2 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില ചെറുതായി മുറിച്ചെടുത്തത്. മല്ലിയില എടുക്കുന്ന സമയത്ത് ഒരു കൈപ്പിടി നിറച്ചെടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറച്ചെടുക്കണ്ട, മല്ലിയിലേക്കാൾ ഇത്തിരി കുറവ് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഇനി ഒന്നങ്ങ് വഴന്ന് വരട്ടെ. തക്കാളി ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ടിട്ടാണ് ചിക്കൻ വേവിക്കുന്നത്. ആ സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തോളൂ. ഇതിലേക്ക് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞൊരു 2 മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബിരിയാണി മസാലയിൽ നിന്ന് ഒരു 1.25 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ അതിൽ ബാക്കി ഉണ്ടാകും. അത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഈ ഒരു ബിരിയാണിയിലേക്ക്, ഒരു 1 കിലോ ബിരിയാണിയിലേക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഇനി കൂടുതൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് ആ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല സ്മെല്ലോട് കൂടെ കിട്ടും. അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം തന്നെ ബിരിയാണി മസാല പൊടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. അതിന്റെ മണമൊന്നും പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തൈര് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ഇത്തിരി കൂടെ പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ചിക്കനിലൊക്കെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കുക. വേണമെങ്കിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ഏകദേശം ചിക്കൻ വെന്ത് വരാൻ ഒരു 10-12 മിനിറ്റ് വേണ്ടി വരും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാണ് വേവിച്ച് വെക്കാം. ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എന്നാലും കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വെള്ളം നമുക്കൊന്ന് വറ്റി കിട്ടണം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ഒരു 8-10 കാഷ്യൂനട്ടും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണ്. കാഷ്യൂ എടുക്കുന്ന സമയത്ത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് കൂടി പോകരുത് കേട്ടോ. തേങ്ങയുടെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മസാല കുറച്ച് കൂടുതലായി പോകും. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ഒരു ടിപ്പ് നമുക്ക് ഏത് ബിരിയാണിക്കും ഉപയോഗിക്കാം കേട്ടോ. ഈ തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നത്, ഇപ്പോൾ കാഷ്യൂനട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മാത്രം. അപ്പോൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മസാല ഭയങ്കരമായിട്ട് കൂടിയതുപോലെ തോന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒന്നുകൂടെ നന്നായിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. ഈ ഒരു മസാല കുറച്ചുകൂടി ഗ്രേവി അങ്ങ് വറ്റണം, ഒരുപാട് വറ്റി തീരുവും വേണ്ട. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കനിൽ വേവ് കുറഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. കൈ കൊണ്ട് ഇത് നല്ല പിടിച്ച് എടുക്കാനുള്ള ആ ഒരു പാകത്തിന് ചിക്കൻ വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും ഗ്രേവി നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഇത്തിരി മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ നമ്മളെ ബിരിയാണി മസാലയിൽ നിന്ന് 2 നുള്ളു ബിരിയാണി മസാല കൂടെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് അടച്ച് എടുത്ത് വെക്കുക. ഒരു സൈഡിലേക്ക് നമുക്കിനി ബിരിയാണിയിലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പൊ ആ സമയത്ത് ശരിക്കും അടച്ചു വെക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. സ്മെല്ല്